ഹായ് പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് അഫർമേഷനുകളെ കുറിച്ച് സംസാരിക്കാം. എന്താണ് അഫർമേഷൻ എന്ന് പറയുന്നത്? അഫർമേഷൻ എന്ന് പറയുന്നത് മന്ത്രം എന്നാണ് പറയുക. അതായത് വാക്കുകളാണ്, നമ്മളിൽ നിന്നും പുറത്തേക്ക് വരുന്ന വാക്കുകളാണ്. ഈവൻ തോട്ട്സ് വരെ അഫർമേഷനാണ്. ഇപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ എഴുന്നേറ്റതിന് ശേഷം നമ്മൾ എത്ര നെഗറ്റീവ് വാക്കുകൾ പറഞ്ഞിട്ടുണ്ടാകും എന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അല്ലേ? നമുക്ക് ഫോൺ കോളുകൾ വരുമ്പോൾ നമ്മൾ സംസാരിക്കുന്നത്, അപ്പോൾ നമ്മൾ റിപ്പീറ്റായിട്ട് പറയുന്ന ഒരേ വാക്കുകൾ. അതായത് ഇപ്പം നമുക്കൊരു തലവേദന ഉണ്ട് എന്ന് വിചാരിച്ചോ, ക്യാൻസൽ തലവേദന ഉണ്ടെന്ന് വിചാരിക്കുകയാണെങ്കിൽ നമ്മൾ ആര് കോൾ വിളിച്ചാലും നമ്മൾ എന്താ പറയുക? എനിക്ക് ഒട്ടും വയ്യ. അപ്പോൾ അതൊരു 10 പ്രാവശ്യം പറയുമ്പോൾ അതൊരു അഫർമേഷനായി. അപ്പോൾ നമ്മൾ ബോധപൂർവം അല്ലാതെയോ അറിയാതെയോ പറയുന്ന എല്ലാ വാക്കുകളും റിപ്പീറ്റായിട്ട് പറയുന്നതിനെയാണ് അഫർമേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ബോധപൂർവം അല്ലാതെ പറയുന്ന, സ്വാഭാവികമായിട്ട് പറയുന്ന അഫർമേഷനുകളെല്ലാം മിക്കവാറും നെഗറ്റീവ് അഫർമേഷനുകളായിരിക്കും. ചിലരൊക്കെ ഉണ്ട്, ആരെങ്കിലും കണ്ണ് വയ്ക്കും എന്നൊക്കെ പറഞ്ഞ്, ഇപ്പം നമുക്ക് ബിസിനസ്സൊക്കെ ഉള്ളവരാണെങ്കിൽ എങ്ങനെയുണ്ട് നിൻ്റെ ബിസിനസ് എന്ന് ചോദിച്ചാൽ, ഒട്ടും കൊള്ളൂല, ഒട്ടും ബിസിനസ്സില്ല, ഭയങ്കര പരാജയം, ഇപ്രാവശ്യം ഒന്നും കിട്ടിയില്ല. ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ് ആ ബിസിനസ്സിനെ നശിപ്പിക്കും. അങ്ങനെയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും നമുക്ക് നെഗറ്റീവിലേക്ക് പോകുന്നതിൻ്റെ ഒരു റീസൺ നമ്മളുടെ ഈ അഫർമേഷനാണ്. ബോധപൂർവമല്ലാതെ പറയുന്ന അഫർമേഷനുകളാണ് നമ്മളുടെ ലൈഫിൻ്റെ വിധി നിർണ്ണയിക്കുന്നത് എന്ന് തന്നെ പറയാം. ഞാൻ ഒരുപാട് അഫർമേഷനുകൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ഞാൻ നിരന്തരം ഞാനും ഈ പറയുന്ന പോലെ നെഗറ്റീവ് പേഴ്സൺ ആയിരുന്നു. എപ്പോഴും നെഗറ്റീവ് പറയാനായിരുന്നു എനിക്കിഷ്ടം. നമ്മൾ ഇതൊക്കെ നമ്മളുടെ ഉള്ളിൽ നമ്മൾ കുഞ്ഞിലേ ചെയ്ത് വച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ ഒത്തിരി ചിരിക്കാൻ പാടില്ല, ഒരുപാട് ചിരിച്ചാൽ കരയും, അങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് എപ്പോഴും നെഗറ്റീവായിട്ട് ഇരിക്കാനും നെഗറ്റീവായിട്ട് നമ്മളെ എക്സ്പ്രസ് ചെയ്യിക്കാനും മറ്റുള്ളവരുടെ മുമ്പിൽ നമുക്ക് നെഗറ്റീവ് ഇമോഷൻസ് പ്രകടിപ്പിക്കാനും ഒക്കെയാണ് നമ്മൾ ശീലിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നും പെട്ടെന്നൊരു മാറ്റം എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ട് 4-5 വർഷമായി. ഈ സമയത്തൊക്കെയാണ് ഞാനൊക്കെ അഫർമേഷനൊക്കെ അങ്ങനെ ബോധപൂർവം പറയുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത്, നമ്മൾ അറിയാണ്ട് പറയാൻ ഉദ്ദേശിക്കുന്ന അഫർമേഷനുകളെ നമ്മൾ പറയാതിരിക്കുക, ബോധപൂർവം നമുക്ക് ആവശ്യമായിട്ടുള്ള ഫ്യൂച്ചറിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അഫർമേഷൻ ചെയ്യുക എന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനം, നമുക്കിപ്പോൾ മണിയാണ്, പൈസയ്ക്കാണ് നമുക്ക് ബുദ്ധിമുട്ടുള്ളതെങ്കിൽ നമ്മൾ എന്തായിരിക്കും, ഒരാൾ വിളിക്കുമ്പോൾ അയ്യോ പൈസയൊന്നും ഇല്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഇന്ന കടക്കാരൻ വന്നു, ഇന്നാൾക്ക് 5000 കൊടുക്കണം, ഇങ്ങനെ നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് പറയുന്നതുകൊണ്ട് നമുക്ക് മനസ്സിനൊരു റിലാക്സേഷനാണ്. നമുക്ക് അങ്ങനെ നമ്മുടെ വിഷമങ്ങളൊക്കെ ഒരാളോട് പറയുമ്പോൾ, ഒരാളോടല്ല, നമ്മൾ 10 പേരോട് പറയും. നമ്മളിങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെ പറഞ്ഞ് നമ്മൾ കൂടുതൽ കടക്കാരായി മാറുകയാണ് പതിവ്. അതിന് പകരമായിട്ട് നമുക്ക് ബോധപൂർവമായിട്ട് അഫർമേഷൻസ് പറയാം. ചിലപ്പോൾ നമുക്ക് തുടക്കത്തിൽ അങ്ങനെ പറയാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാര്യം നമ്മുടെ ഉപബോധ മനസ്സ് വിശ്വസിച്ചാലും ബോധ മനസ്സ് വിശ്വസിക്കില്ല. അപ്പം നമ്മൾ പണക്കാരിയാണ്, പണക്കാരിയാണ്, ഞാൻ ലക്ഷപ്രഭുവാണെന്ന് ഒരു കടക്കാരി പറയുമ്പോൾ ആ ബോധ മനസ്സ് അവിടെ ഇരുന്ന് അല്ല, തെറ്റാണ് എന്ന് നമ്മളെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന, ഒരിക്കലും നമ്മൾ പണക്കാരിയായി മാറുമെന്ന് പറയാൻ പാടില്ല, പണക്കാരിയായി കൊണ്ടേയിരിക്കുന്നു എന്ന് പറയാം. നമ്മൾ ആ പ്രോസസ്സിലാണെന്ന് പറയാം. ഒരിക്കലും ഫ്യൂച്ചറിലാകുമെന്ന് പറയാനും പാടില്ല. അഫർമേഷനിൽ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. ഫ്യൂച്ചർ ടെൻസ് ഉപയോഗിക്കാൻ പാടില്ല, പ്രസൻറ്റ് ടെൻസ് ഉപയോഗിക്കാം. പിന്നെ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു, വന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ള കണ്ടിന്യൂസ് ടെൻസ് ഉണ്ടല്ലോ, അതും ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെ നമുക്ക് നമ്മുടെ ഏരിയ ഏതാണ്, നമ്മൾ വീക്കായിട്ടുള്ള ഏരിയ ഏതാണെന്ന് ആദ്യം നമുക്ക് പരിശോധിക്കണം. നമുക്ക് പൈസ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാണോ നമുക്ക് മുന്നിൽ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ മണി അഫർമേഷൻസ് പറയുക. ഞാൻ പൈസയ്ക്ക് ബുദ്ധിമുട്ട് വന്നപ്പോൾ രാത്രിയിൽ ഫുള്ള് മണി അഫർമേഷൻസ് കേട്ട് എനിക്ക് ഉറക്കം വരില്ല രാത്രി എന്തെങ്കിലുമൊക്കെ കേട്ടാൽ. പക്ഷേ എനിക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ഞാൻ രാത്രി ഉറങ്ങാതെ
എന്നാൽ പകുതി ഉറങ്ങുമല്ലോ, നമ്മളിങ്ങനെ നല്ല ഉറക്കം കിട്ടത്തുമില്ല എന്തെങ്കിലും കേൾക്കുമ്പോൾ. ആ ഒരു സമയത്ത് നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് നമ്മളിങ്ങനെ അഫർമേഷൻസ് ചെയ്ത് കൊടുത്ത് യാത്ര ചെയ്യുമ്പോഴും എല്ലാ അഫർമേഷൻസ് ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കും. പിന്നെ ഞാൻ എൻ്റെ ഓൺ വോയിസിൽ അഫർമേഷൻസ് റെക്കോർഡ് ചെയ്ത് കേട്ടുകൊണ്ടേയിരിക്കും. അങ്ങനെ കേട്ടാണ് ഞാൻ എൻ്റെ മണി ബ്ലോക്കൊക്കെ മാറ്റിയത്. അപ്പം നമുക്കതിന് പറയാൻ പറ്റുന്ന ഏറ്റവും നല്ല അഫർമേഷനുകളാണ് ഞാനൊരു മണി മാഗ്നറ്റാണ് എന്നുള്ളത്. അങ്ങനെ പറയുമ്പോൾ പൈസ നമ്മളിലേക്ക് അട്രാക്റ്റഡ് ആയിട്ട് വരും എന്ന് പറയുന്നുണ്ട്. അതൊരു നല്ല ഒരു അഫർമേഷനാണ്. പക്ഷെ നമ്മൾ പറയാൻ പാടില്ലാത്ത അഫർമേഷനുണ്ട്. എൻ്റെ സാമ്പത്തിക ബാധ്യതകളൊക്കെ തീർന്നുകൊണ്ടേയിരിക്കുന്നു, അങ്ങനെ പറയാൻ പാടില്ല. സാമ്പത്തിക ബാധ്യത എന്ന് പറയുന്നത് നെഗറ്റീവാണ്, നമ്മളൊരിക്കലും അങ്ങനെ പറയരുത്. നമ്മൾ പകരം പറയാനുള്ളത് ഞാൻ സമ്പന്നതയിലേക്ക് കുതിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് പറയുന്ന കാര്യവും പോസിറ്റീവായിരിക്കണം, പറയുന്ന വേയും പോസിറ്റീവായിരിക്കണം, അല്ലാതെ നെഗറ്റീവ് വേയിൽ പറയാൻ പാടില്ല. അപ്പം അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ നിരന്തരം പോസിറ്റീവ് അഫർമേഷൻസ് പറയുക എന്നുള്ളതാണ്. ആദ്യമൊന്നും നമുക്ക് പറ്റില്ല, പക്ഷെ പിന്നെ നമ്മളത് ശീലമായി മാറും. നമ്മൾ പെട്ടെന്ന് ഒരാൾ വിളിക്കുമ്പോൾ നമ്മൾ ഉള്ളിൽ നിന്ന് ഇങ്ങനെ നെഗറ്റീവ് പറയാൻ വരുന്ന സ്പോട്ടിൽ തന്നെ നമ്മുടെ മൈൻഡ് ഓർമ്മിപ്പിക്കും നോ പറയാൻ പാടില്ല, അപ്പം നമ്മൾ പോസിറ്റീവ് പറയണം. ഇനി നിങ്ങൾക്ക് നെഗറ്റീവ് പറഞ്ഞെങ്കിൽ നിങ്ങൾ 10 തവണ പോസിറ്റീവ് അഫർമേഷൻ, അതൊരു ഇമ്പോസിഷൻ പോലെ. നമ്മളൊരു നെഗറ്റീവ് കാര്യം പറഞ്ഞു, ഉടനെ ഇമ്പോസിഷൻ 10 പ്രാവശ്യം പോസിറ്റീവ്, അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിക്കിന്ന് തീരെ സുഖമില്ല എന്ന് പറഞ്ഞു പോയി നമ്മൾ. അപ്പോൾ നമ്മൾ തിരിച്ച് പറയണം ഞാൻ ഹെൽത്തിയാണ്, ഐ ആം ഹെൽത്തി, അല്ലെങ്കിൽ ഞാൻ ആരോഗ്യവതിയാണ് എന്ന് 10 പ്രാവശ്യം പറയുക. അതൊരു ഇമ്പോസിഷൻ പോലെ. അപ്പോൾ നമ്മൾ എന്തൊരു കാര്യം നെഗറ്റീവ് പറഞ്ഞാലും തിരിച്ച് അതേപോലെ 10 തവണ നമ്മൾ തിരിച്ചു പറയുക എന്നുള്ളത് പിന്നെ നമ്മളെ ബ്രെയിൻ നമ്മളെ അത് ഓർമ്മിപ്പിക്കും. അപ്പോൾ പിന്നെ പതുക്കെ നെഗറ്റീവ് കാര്യങ്ങൾ പറയുന്നതിൽ നിന്ന് നമ്മൾ പൂർണ്ണമായിട്ടും ഒഴിവായി നിൽക്കും. അതിൽ നിന്ന് നമ്മൾ മോചിതരാകുകയും എപ്പോഴും പോസിറ്റീവ് അഫർമേഷൻസ് പറയാൻ നമ്മൾ പഠിക്കുകയും ചെയ്യും. അങ്ങനെയാണ് നമ്മൾ പോസിറ്റീവിലേക്ക് വരിക. അപ്പം മണി അഫർമേഷൻസ് ധാരാളമായിട്ട് പറയുക. പൈസയ്ക്ക് ബുദ്ധിമുട്ടുള്ളവർ എപ്പോഴും മണി അഫർമേഷൻസ് പറയുമ്പോൾ ശ്രദ്ധിക്കാനുള്ള 2-3 കാര്യങ്ങൾ ഇതൊക്കെയേ ഉള്ളൂ. നിങ്ങളൊരിക്കലും നെഗറ്റീവ് സെൻസിലൊന്നും പറയാൻ പാടില്ല, ഫ്യൂച്ചർ ടെൻസ് ഉപയോഗിക്കാനും പാടില്ല. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഹെൽത്ത് അഫർമേഷൻസ് പറയാം. ഹെൽത്തിനെക്കുറിച്ച് നമ്മൾ എപ്പോഴും ഇങ്ങനെ നിരന്തരം ആരോട് നമുക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ പറയാതിരിക്കുക, അവരത് മാനിഫെസ്റ്റ് ചെയ്യും. നമ്മൾ ഒരാളോട് 10 പേരോട് നമുക്ക് വയ്യേ എന്ന് പറയുമ്പോൾ അവർ നമ്മളെക്കുറിച്ച് നമ്മൾ വയ്യാതെ കിടക്കുന്നതായിരിക്കും മനസ്സിൽ കാണുന്നത്. അപ്പോൾ അവരത് മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ വയ്യായിക വരും. അതുകൊണ്ട് ഒരിക്കലും ഞാനൊക്കെ എല്ലാവരോടും മൈക്ക് വെച്ച് പറയുന്ന ആളാണ്. ഇപ്പോൾ പോലും എനിക്കത് മാറ്റാൻ പറ്റാറില്ല. എനിക്ക് എന്തെങ്കിലും ഒരു അസുഖം, ചെറിയൊരു തലവേദന വന്നാലും ഞാൻ എൻ്റെ സ്റ്റാറ്റസ് വരെ ഇടും. അങ്ങനത്തെ ഒരാളാണ് ഞാൻ. പിന്നെ ഞാൻ വിചാരിക്കും അയ്യോ അങ്ങനെ ചെയ്യേണ്ടിയില്ലായിരുന്നു എന്നൊക്കെ വിചാരിക്കും കേട്ടോ. നമ്മളിതൊക്കെ ആ ഒരു പ്രോസസ്സിലാണ്. ഇതൊന്നും ഒരു ദിവസം കൊണ്ട് നമുക്ക് മാറ്റി നമ്മൾ പെർഫെക്റ്റ് ആകലൊന്നും നടക്കുന്ന കാര്യമല്ല. ഞാൻ 5 വർഷമായ ഞാനാണ് ഈ പറയുന്നത്. ഇത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ട് 5 വർഷമായി. ഇതുവരെ ഞാൻ പോലും മാറിയിട്ടില്ല എന്ന് പറയുമ്പോൾ നമുക്ക് മാറൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ ട്രൈ ചെയ്യുക എന്നുള്ളതാണ്. മാറിയേ പറ്റൂ, അല്ലേ നമ്മളുടെ ലൈഫ് ബുദ്ധിമുട്ടിലാകും. അപ്പോൾ നമ്മൾ ഒരിക്കലും അസുഖങ്ങളെക്കുറിച്ച് മറ്റുള്ളവരോട് പറയാതിരിക്കുക. നമ്മളെപ്പോഴും പോസിറ്റീവായിട്ട് അഫർമേഷൻസ് പറഞ്ഞുകൊണ്ടേയിരിക്കുക, നിരന്തരം അഫർമേഷൻസ് പറയുക. ഒരു നല്ലൊരു ടെക്നിക്കാണ്. അഫർമേഷൻസ് പോലെ വർക്ക് ചെയ്യുന്ന ഒരു ടെക്നിക്ക് വേറെ ഇല്ല. അങ്ങനെ പറയാം. അപ്പോൾ ഹെൽത്ത്, നമുക്ക് പ്രശ്നമുള്ളവർ ഹെൽത്തിനെ കുറിച്ചുള്ള അഫർമേഷൻ പറയാം. ഐ ആം ഹെൽത്തി, എൻ്റെ മൈൻഡും ബോഡിയും ഒക്കെ ഹീലിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഹീലിംഗ് പ്രോസസ്സിലാണ്. അങ്ങനെ പറയാം. നമുക്കിപ്പോൾ അസുഖമായിട്ടിരിക്കുന്നവർ പെട്ടെന്ന് തന്നെ ഞാൻ ആരോഗ്യവതിയാണെന്ന് പറയുന്നതിനെക്കാട്ടിയും ഞാൻ ആരോഗ്യവതിയായി മാറിക്കൊണ്ടേയിരിക്കുന്നു, എൻ്റെ അസുഖം മാറുന്നു എന്ന്. അങ്ങനെ അസുഖം എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് വേർഡ് അത് പറയാൻ പാടില്ല. ഞാൻ സുഖം പ്രാപിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് പറയാം.
അങ്ങനെ പറയാം. അതൊക്കെ വേർഡ്സൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി ഉപയോഗിക്കണം. ഒരിക്കലും നെഗറ്റീവ് വേർഡ്സ് ഉപയോഗിച്ച് അഫർമേഷൻസ് പറയാൻ പാടില്ല. അപ്പോൾ ആരോഗ്യത്തെക്കുറിച്ച്, ഹെൽത്തിനെക്കുറിച്ച്, ഇനി റിലേഷൻഷിപ്പിനെക്കുറിച്ച് നമുക്ക് നമ്മുടെ റിലേഷൻഷിപ്പ് മോശമാണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ചിലപ്പോൾ നമ്മൾ പരിചയപ്പെടുന്ന എല്ലാ പേരും ചിലപ്പം നാർസിസിസ്റ്റിക് ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ അങ്ങനത്തെ ടോക്സിക് റിലേഷൻഷിപ്പിലായിരിക്കും നമ്മൾ ചെന്ന് ചാടുന്നത് ഫുള്ള്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മളുടെ സിസ്റ്റം അങ്ങനെയാണ്, നമ്മുടെ ബ്രെയിൻ അങ്ങനെയാണ് സെറ്റായിപ്പോയത്. അപ്പോൾ അത് തിരിച്ച് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ തിരിച്ച് എൻ്റെ ജീവിതത്തിലേക്ക് പോസിറ്റീവായിട്ടുള്ള ആൾക്കാർ കടന്നു വരുന്നു, അങ്ങനത്തെ അഫർമേഷൻസുകൾ നിരന്തരം പറഞ്ഞ് നമ്മൾ, അല്ലാതെ നമ്മൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് നെഗറ്റീവ് ആൾക്കാർ ഒഴിഞ്ഞു പോകുന്നു അങ്ങനെ പറയാൻ പാടില്ല. എൻ്റെ ജീവിതത്തിലേക്ക് പോസിറ്റീവ് ആൾക്കാർ കടന്നു വരുന്നു എന്നേ പറയാൻ പാടുള്ളൂ. അങ്ങനെ റിലേഷൻഷിപ്പിനെ നമ്മൾ ഹീൽ ചെയ്യണം. കരിയർ വൈസ് വരുമ്പോൾ, കരിയറിൽ ജോലി കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവർ, ഇൻ്റർവ്യൂ ഒക്കെ ചെയ്യുന്നവർ ബുദ്ധിമുട്ടുള്ളവർ, ഒരു ഇൻ്റർവ്യൂവിന് പോയി കഴിഞ്ഞാൽ 100 പേര് വിളിച്ചു ചോദിക്കുക എങ്ങനെ ഉണ്ടായിരുന്നു ഇൻ്റർവ്യൂ, അത് മോശമായിരുന്നു, ഇത് കിട്ടുമൊന്നുമില്ല എന്നിങ്ങനെ നമ്മൾ എല്ലാവരോടും പറഞ്ഞ് നമ്മളുടെ എല്ലാ വഴികളും നമ്മൾ തന്നെയാണ് ബ്ലോക്ക് ചെയ്യിക്കുന്നത്. അപ്പോൾ അതൊക്കെ തുറക്കാൻ വേണ്ടിയിട്ട് ആര് ചോദിച്ചാലും നല്ലതായിരുന്നു, കിട്ടും എന്നേ പറയാവുള്ളൂ. കിട്ടാതിരിക്കുകയോ. പക്ഷെ നമ്മളെപ്പോഴും പോസിറ്റീവായിട്ട് പറയാൻ പഠിച്ചു കഴിഞ്ഞാൽ അതൊരു ശീലമാക്കി മാറ്റണം. അത് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു ശീലമാണ്, നമുക്കത് മാറ്റാൻ പാടുള്ള ഒരു ശീലവും കൂടിയാണ്. അപ്പോൾ അത് നിരന്തരം നമ്മൾ പോസിറ്റീവ് അഫർമേഷൻസ് പറയുക. എനിക്ക് നല്ല ജോലി എന്നെ തേടി വരുന്നു, എൻ്റെ പാഷൻ അനുസരിച്ച്, അപ്പോൾ നമുക്ക് എനിക്ക് ഇഷ്ടമുള്ള ഒരു ജോലി, എൻ്റെ പാഷൻ അനുസരിച്ചുള്ള ജോലി എന്നെ തേടി വരുന്നു, ഞാൻ അതുവഴി സമ്പന്നയായിക്കൊണ്ടേയിരിക്കുന്നു. അങ്ങനെയൊക്കെ നമുക്ക് പോസിറ്റീവായിട്ട് അഫർമേഷൻസ് പറയാം. പൈസ ഏത് നിമിഷം എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു, അങ്ങനെയൊക്കെ കുറേ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടും, ഇഷ്ടംപോലെ പോസിറ്റീവ് അഫർമേഷൻസ് കിട്ടും. അതിലേതെങ്കിലും നമ്മളുടെ ജീവിതവുമായിട്ട് നമുക്ക് ഒത്തുചേരുന്ന അഫർമേഷൻസുകൾ നമ്മൾ എഴുതി സൂക്ഷിക്കുക. ഒരേ അഫർമേഷൻ തന്നെ നിരന്തരം പറയാം. ഇന്ന് ഒരെണ്ണം പറഞ്ഞ് നാളെ വേറെ പറഞ്ഞ് മറ്റന്നാൾ മാറ്റി പറഞ്ഞ് അങ്ങനെ പറയുന്നതിനെക്കാട്ടി എപ്പോഴും നമുക്ക് വർക്ക് ചെയ്യുക. നിരന്തരം നമ്മളൊരു 10-20 അഫർമേഷൻ ലിസ്റ്റ് ഉണ്ടാക്കുക. അതിൽ പ്രധാനമായിട്ട് മണി വരണം, കരിയർ വരണം, ഹെൽത്ത് വരണം, പിന്നെ റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ അതിൽ ഇൻക്ലൂഡഡ് ആയിട്ട് ഈ ഏരിയകളെല്ലാം നമ്മൾ അതിൽ കവർ ചെയ്ത് വരുത്തണം. ഇതെല്ലാം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഹെൽത്ത് ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് പൈസ വളരെ വളരെ അത്യാവശ്യമാണ്, റിലേഷൻഷിപ്പ് വേണം, അപ്പം നമുക്ക് നല്ലൊരു ജോലി വേണം, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് വേണം. ഒരു കാര്യത്തിലാണ് വീക്കെങ്കിലും നമ്മൾ ബാക്കി കാര്യങ്ങളും കൂടി നമ്മൾ മുന്നോട്ട് കൊണ്ടുവരുമ്പോഴാണ് ആ ഒരു കാര്യവും സെറ്റാവുള്ളൂ. അപ്പോൾ അഫർമേഷൻസ് നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കണം. പിന്നെ നമുക്ക് അഫർമേഷൻ കുറച്ചുകൂടി എളുപ്പത്തിലാക്കാനുള്ള, വർക്കിംഗ് എളുപ്പത്തിലാക്കാനുള്ള 2-3 ടെക്നിക്സാണ്. ഒന്ന്, ഉറക്കത്തിൽ അഫർമേഷൻസ് കേട്ടുകൊണ്ട് കിടക്കുക എന്ന് പറഞ്ഞാൽ, അതായത് നമ്മൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് നമ്മളുടെ ബോധ മനസ്സ് ഉറങ്ങുമല്ലോ, അപ്പോൾ ഉപബോധ മനസ്സ് മാത്രമാണ് അത് കേൾക്കുക. അതുകൊണ്ട് തന്നെ ഉപബോധ മനസ്സ് പെട്ടെന്ന് അത് വിശ്വസിക്കുകയും അതുവഴി നമുക്ക് റിസൾട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഉറങ്ങുന്ന സമയത്ത് അഫർമേഷൻസ് കേൾക്കുന്നത് കുറച്ച് നന്നായിട്ട് വർക്ക് ചെയ്യും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ മിററിൽ നോക്കി നമ്മളെ നോക്കിയിട്ട് അഫർമേഷൻസ് പറഞ്ഞ് വർക്ക് ചെയ്യും. പിന്നെ ഡാൻസ് കളിച്ചിട്ട്, അതായത് ഈ ഡാൻസ് കളിക്കുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു മൈൻഡ് പവർ ക്ലാസ്സിന് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, എല്ലാ ക്ലാസ്സിലും ഡാൻസ് കളിപ്പിക്കും. ആദ്യം നമ്മൾ ചെല്ലുമ്പോൾ ഡാൻസ് കളിക്കും. അപ്പോൾ ആദ്യമൊക്കെ എനിക്ക് എന്തിനിങ്ങനെ ഡാൻസ് കളിക്കുന്നത് എന്നുള്ളൊരു, എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെയായിരുന്നു. പക്ഷെ പിന്നീടാണ് മനസ്സിലായത്, നമുക്ക് നമ്മളുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളിൽ ഇമോഷൻസൊക്കെ സ്റ്റക്കായി കിടപ്പുണ്ട്. അപ്പോൾ അത് ഒന്ന് ഇളകുമ്പോൾ ആ ഒരു സ്റ്റക്ക് ഇമോഷൻസൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് അവരത് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് അഫർമേഷനും ഡാൻസ് കളിച്ചുകൊണ്ട് ചെയ്താൽ കൂടുതൽ വർക്ക് ചെയ്യും. മ്യൂസിക് പ്ലേ ചെയ്തിട്ട് നമ്മളുടെ അഫർമേഷൻസ് നമ്മളിങ്ങനെ, മ്യൂസിക് എന്ന് പറയുമ്പോൾ ലിറിക്സ് ഇല്ലാത്ത മ്യൂസിക്സ് ഉണ്ടാവുമല്ലോ, അത് പ്ലേ ചെയ്യുക. എന്നിട്ട് നമ്മളുടെ അഫർമേഷൻസ് ഇങ്ങനെ നമ്മൾ ഡാൻസ് കളിച്ചുകൊണ്ട് പറയുക. ഓരോ അഫർമേഷനും 10 തവണ വീതം റിപ്പീറ്റ് ചെയ്ത് എന്നും നമ്മളൊരു 10-15 മിനിറ്റ് അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യുക. അപ്പോൾ നമ്മളൊരു ഫിക്സഡ് ആയിട്ട് ഒരു 10-20 അഫർമേഷൻ, അല്ലാതെ ചുമ്മാ ഇന്നത്തെ അഫർമേഷൻ അല്ല നാളെ വേറെ, ഇന്ന് വേറെ, മറ്റന്നാൾ വേറെ, അങ്ങനെയല്ല. ഈ 4 മേഖലകളെ ഉൾപ്പെടുത്തിക്കൊണ്ട്, അതായത് നമുക്ക് മണിയാണ് പ്രശ്നമെങ്കിൽ മണിക്ക് വേണ്ടിയിട്ട് ഒരു 4-5 അഫർമേഷൻ എഴുതാം, ഹെൽത്തിന് വേണ്ടി 4-5 അഫർമേഷൻ എഴുതാം, റിലേഷൻഷിപ്പിന് വേണ്ടി
നാലോ അഞ്ചോ എഴുതാം, കരിയറിന് വേണ്ടി എഴുതാം, ഇനി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ. അപ്പോൾ നമുക്ക് ഏതൊക്കെ ഏരിയകളിലാണ് നമ്മൾ വീക്കായിട്ടുള്ളത് ആ ഏരിയയിലൊക്കെ വെച്ചിട്ടുള്ള അതിന് നമുക്ക് എന്തായി തീരണോ അതിനനുസരിച്ചുള്ള അഫർമേഷൻസിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. ആ ലിസ്റ്റ് തന്നെ ആയിരിക്കണം നമ്മൾ ഡാൻസ് കളിക്കുമ്പോഴും മിററിൽ പറയുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും ഉറങ്ങുമ്പോഴും കിടക്കുമ്പോഴും എല്ലാം പറയേണ്ടത്. എന്നാൽ മാത്രമാണ് അത് വർക്ക് ചെയ്യുക. അത് നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കുക. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ നിരന്തരം പറയുന്ന അഫർമേഷൻ വർക്ക് ചെയ്യും. ഞാൻ ഈ ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ ഞാൻ മണി അഫർമേഷൻ പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞൊരു അഫർമേഷനാണ്, ഞാൻ ഉണർന്നിരിക്കുമ്പോഴും ഉറങ്ങിക്കിടക്കുമ്പോഴും എൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ വന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളൊരു അഫർമേഷൻ. ഇപ്പം ഞാൻ രാത്രി ഉറങ്ങിക്കിടന്നാൽ എനിക്ക് രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ 100 രൂപയെങ്കിലും ഇല്ലാത്ത ഒരു ദിവസം ഉണ്ടാവില്ല. കാര്യം എനിക്ക് ഓൺലൈൻ ക്ലാസ് ആണല്ലോ. അപ്പോൾ US നിന്നും അവിടുന്ന് ഇവിടുന്ന് എല്ലാം ഏത് രാവിലെയും പകലും രാത്രിയൊക്കെ എനിക്ക് പൈസ വരാറുണ്ട്. അപ്പോൾ ഞാൻ ഈ അഫർമേഷൻ നിരന്തരം പറഞ്ഞ് അന്ന് എനിക്ക് ഓൺലൈൻ ക്ലാസ് ഇല്ലാത്ത സമയത്താണ് ഞാൻ ഈ അഫർമേഷൻ പറയുന്നത്. അപ്പോൾ ആ അഫർമേഷൻ വർക്ക് ചെയ്തു എന്നുള്ളതാണ് എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞിട്ടുള്ള എല്ലാ അഫർമേഷൻസും വർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് എന്നെ അതിശയകരമാകുന്ന വിധത്തിൽ എൻ്റെ അഫർമേഷനുകൾ വർക്ക് ചെയ്തു. അതിന് ഞാൻ ചെയ്ത ടെക്നിക്സ് ഇതൊക്കെയാണ്, ഇങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്തത്. പക്ഷേ നമ്മളുടെ എഫേർട്ടാണ് ഇതിന് പ്രധാനമായിട്ട് വേണ്ടത്. അല്ലാതെ 5 ദിവസം ചെയ്തു 6ൻ്റെ അന്ന് എനിക്കിത് കിട്ടിയില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇതൊന്നും നമുക്ക് ആരും എടുത്തു വെച്ചിരിക്കുന്ന ഒരു കാര്യമല്ല, നമ്മൾ കഷ്ടപ്പെട്ട് നേടിയെടുക്കേണ്ട കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ഡാൻസ് കളിച്ച് മിററിൽ എൻ്റെ നേരത്തെ വീട്ടിലല്ല, എൻ്റെ ക്രിയേറ്റീവ് സ്റ്റിച്ചിങ് ക്ലാസ് ഉള്ളൂരുണ്ടായിരുന്ന സമയത്ത് ഞാനിങ്ങനെ അഫർമേഷൻസൊക്കെ തൂക്കിയിടുമായിരുന്നു കളർ പേപ്പറുകളിൽ, ഡെക്കറേഷൻ പോലെ എല്ലാ അഫർമേഷനുകളും ഇങ്ങനെ ക്ലാസ്സിലിങ്ങനെ തൂക്കിയിടും. എന്നിട്ട് ഞാൻ കുട്ടികളോടും പറയും, നിങ്ങളിങ്ങനെ അഫർമേഷൻ ഇങ്ങനെ വായിച്ചുകൊണ്ടേയിരിക്കും, ഡെയിലി ഇങ്ങനെ വായിക്കുമ്പോൾ നമ്മുടെ മൈൻഡിലേക്ക് അതിങ്ങനെ വരും എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോഴും എൻ്റെ വീട്ടിലാണെങ്കിലും ഞാനിങ്ങനെ അഫർമേഷനുകൾ എല്ലായിടത്തും ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് വയ്ക്കും. എൻ്റെ ഏതൊരു സ്ഥലം എടുത്താലും അവിടെ എല്ലാം എനിക്ക് വേണ്ടുന്ന അഫർമേഷനുകളായിരിക്കും. മിറർ നോക്കി പറയും, ഡാൻസ് കളിച്ച് പറയും, അങ്ങനെ നിരന്തരം അഫർമേഷൻ പറഞ്ഞാണ് ജീവിതം ഞാൻ സെറ്റ് ചെയ്തെടുത്തത്. അപ്പോൾ നിങ്ങളും അതുപോലെ അഫർമേഷനുകൾ ഉപയോഗിച്ച് ജീവിതത്തെ കരുപിടിപ്പിക്കൂ. നിങ്ങളുടെ ലൈഫിലെ പ്രശ്നങ്ങളെല്ലാം മാറ്റി നല്ലൊരു ലൈഫ് നമ്മൾ ഒന്ന് സെറ്റായി ഇതൊക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ നമുക്ക് രക്ഷപ്പെടാനുള്ള വഴി അറിയാമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതൊക്കെ ഉപകാരപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. താങ്ക് യു സോ മച്ച്.